നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. മെസ്സി വിവാദത്തിൽ ഉടൻ അന്വേഷണം. കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളെന്ന മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. സ്പോൺസറെ തെരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമായെന്നും വി.ഡി. സതീശൻ. MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ നവകേരള സദസ്സിലെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ ആളെന്ന നിലയിൽ വിളിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും വിശദീകരണം. പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവയുടെ ഉയർന്ന അളവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിക്കും സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. നടപടി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ കോടതി നേരിട്ട് ഉത്തരവിറക്കും. കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും നിർദ്ദേശം. ജി സുകുമാരൻ നായരെ വീണ്ടും വെല്ലുവിളിച്ച് KB ഗണേഷ് കുമാർ. പദവി ഉപയോഗിച്ച് കുടുംബത്തിലെ 43 പേർക്ക് ജോലി നൽകിയെന്നും ആരോപണം തുടർന്നാൽ തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തുവിടുമെന്നും ആരോപണം. രാത്രിയുടെ മറവിൽ താലൂക്ക് യൂണിയനുകൾ പിരിച്ചുവിടുന്ന ഹുങ്കിനെ ചോദ്യം ചെയ്യുമെന്നും ഗണേഷ് കുമാർ. ഗണേഷിനെ NSSൽ നിന്ന് പുറത്താക്കണമെന്ന കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ. ദുബായിൽ ഗതാഗതം എളുപ്പമാകുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന് സമീപം പുതിയ പാലം നാളെ തുറക്കും. യാത്രാ സമയം 10 മിനിറ്റിൽ നിന്ന് 2 മിനിറ്റായി ചുരുങ്ങും. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിലെത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. 12 ബില്ലുകൾ പാസാക്കിയെന്നും ഗുണനിലവാരമുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷം സഹകരിച്ചില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സ്പീക്കറുടെ സത്കാരം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വന്ദേ മാതരം ചൊല്ലി ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വാർത്തകൾ വിശദമായി നോക്കിയാൽ ഈ മെസ്സി വിവാദമായിരുന്നു ഇന്നത്തെ ദിനം മൊത്തം ഉണ്ടായിരുന്നത്. ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. സ്പോൺസർ ഈ ഇടപാടിൽ GST വെട്ടിപ്പ് നടത്തിയെന്നും തട്ടിപ്പിൽ ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് എന്ന് മന്ത്രി OJ ജനീഷും പ്രതികരിച്ചു. മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ സ്പോൺസർമാരെ തീരുമാനിച്ചതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ട് എന്നും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് പുറത്തുവരുന്നത് എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഇടപാടിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ പങ്ക് എന്തായിരുന്നുവെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടോ എന്നും സർക്കാർ വിശദമായി പരിശോധിക്കും. പദ്ധതിക്കായി എവിടെ നിന്നാണ് ഫണ്ട് എത്തിയതെന്ന കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻറ്റ്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു? മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള കരാറുകളും ഇല്ലാതെയാണ് സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്നും സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനുള്ള പദ്ധതിയിൽ സർക്കാർ ഇടനിലക്കാരായി എന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള പല കാര്യങ്ങളും പല ഫയലുകളും ഇവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ കരാറ് ഇപ്പോൾ തന്നെ പറയുന്നത് അത് രഹസ്യ സ്വഭാവമുള്ള കരാറാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആർക്കും ലഭ്യമായിരുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഫയലിലില്ല. പക്ഷേ ഡൽഹി ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ ആ കരാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗവൺമെൻറ് കൈവശം അത്തരം ഒരു കരാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളും സംസ്ഥാനത്തിൻ്റെ പേരും ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തിയ ഒരു വലിയ വാണിജ്യ ഇടപാടിൻ്റെ
ഇടനിലക്കാരായി നിൽക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ടായിരുന്നില്ല. വിവാദവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. നിലവിലെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. അറസ്റ്റിലായവരെ തനിക്ക് അറിയാമെന്നും എന്നാൽ അവർ തന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഭാഗമല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുൻ സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ പോലീസ് മർദ്ദനമേറ്റപ്പോഴാണ് മുഹമ്മദ് ഹുസൈനെ ആദ്യമായി വിളിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തള്ളി മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവയുടെ ഉയർന്ന അളവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിക്കും കർശന നിർദ്ദേശം നൽകി സുപ്രീം കോടതി. പാക്കറ്റ് ഭക്ഷണങ്ങളിലെ മുന്നറിയിപ്പ് സംബന്ധിച്ച വിഷയം 2 ആഴ്ചയ്ക്കകം പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ നേരിട്ട് ഉത്തരവിറക്കുമെന്നും കോടതി വ്യക്തമാക്കി. കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ ജവാൻ റമ്മിന് പ്രത്യേക മുൻഗണന നൽകുന്നുവെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. പഞ്ചസാരയും ഉപ്പും സാച്ചുറേറ്റഡ് ഫാറ്റും ഉയർന്ന അളവിലടങ്ങിയ പാക്കറ്റ് ഭക്ഷണങ്ങളിൽ വ്യക്തമായ മുന്നറിയിപ്പ് നിർബന്ധമാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിക്കും സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ എന്തുകൊണ്ടാണ് മടിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വിഷയം 2 ആഴ്ചയ്ക്കകം പരിഹരിക്കണം. സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതി നേരിട്ട് ഉത്തരവിറക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. വിഷയം പൗരന്മാരുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കേരളത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ ജവാൻ റമ്മിന് പ്രത്യേക മുൻഗണന നൽകുന്നുവെന്ന ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ബിവറേജസ് കോർപ്പറേഷനും ജവാൻ റം നിർമ്മാതാക്കളായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിനുമാണ് കോടതി നോട്ടീസ് അയച്ചത്. മദ്യനിർമ്മാതാക്കളുടെ കോൺഫെഡറേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ വെല്ലുവിളിച്ച് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയാനുള്ളത് ജനകീയ കോടതിയിൽ പറയുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. പദവി ഉപയോഗിച്ച് കുടുംബത്തിലെ 43 പേർക്ക് G. സുകുമാരൻ നായർ ജോലി നൽകിയെന്നും തനിക്കെതിരായി ആരോപണം തുടർന്നാൽ തെളിവുകൾ സഹിതം ഇക്കാര്യങ്ങൾ പുറത്തുവിടുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. രാത്രിയുടെ മറവിൽ താലൂക്ക് യൂണിയനുകൾ പിരിച്ചുവിടുന്ന ഹുങ്കിനെ ചോദ്യം ചെയ്യും. NSS പിടിച്ചെടുക്കാൻ താനില്ലെന്നും ഗണേഷ് കുമാർ കൊല്ലത്ത് പറഞ്ഞു. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നായർ, എനിക്ക് കിട്ടിയത് പോയാലും ഒരു കുഴപ്പമില്ല, എൻ്റെ പ്രസ്ഥാനം തന്നെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. എല്ലാ വിപ്ലവവും തുടങ്ങുന്ന ചെറിയ തോതിലാണ്. ഈ വിപ്ലവവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ വേറെ ഉണ്ട്, മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കൊച്ചുമക്കളുടെ കാര്യമുണ്ട്. ഇതെല്ലാം എണ്ണി വെച്ച് വിത്ത് റെക്കോർഡുണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം വരും വെളിയിലോട്ട്. അതേസമയം സുകുമാരൻ നായർക്കെതിരായ KB ഗണേഷ് കുമാറിന്റെ വിമർശനത്തിൽ NSS പ്രതിഷേധം. ഗണേഷ് കുമാറിനെ NSS അംഗത്വത്തിൽ നിന്ന് നീക്കണമെന്ന് കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ ആവശ്യപ്പെട്ടു. തരംതാണ പ്രസ്താവന നടത്തിയ ഗണേഷ് കുമാറിനെതിരെ ശക്തമായ നടപടി വേണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച യോഗം ചേരും. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരം ചൊല്ലിയാണ് ഇരു സഭകളും പിരിഞ്ഞത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിലെത്തിയിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയെന്നും ഗുണനിലവാരമുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷം സഹകരിച്ചിരുന്നില്ല എന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായിരുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടപടികൾ പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ എത്തിയെങ്കിലും വന്ദേമാതരം ചൊല്ലി ലോക്സഭ പെട്ടെന്ന് പിരിഞ്ഞു. ഖനന നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്ത് പാസാക്കിയ ശേഷം രാജ്യസഭയും പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തിൽ പുതിയ 12 ബില്ലുകൾ പാസാക്കിയെന്ന് പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. എന്നാൽ ഗുണനിലവാരമുള്ള ചർച്ച നടത്താൻ പ്രതിപക്ഷം സഹകരിച്ചില്ലെന്നും മറുപടി വേണമെന്ന് മുദ്രാവാക്യം വിളിച്ച അതേ പ്രതിപക്ഷം ചർച്ചകൾക്കുള്ള വഴി തടസ്സപ്പെടുത്തിയെന്നും കിരൺ റിജിജു കുറ്റപ്പെടുത്തി.
ബാനറുകൾ ഉയർത്തി ബഹളം വയ്ക്കാൻ മാത്രമായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. जहां ऑपोजिशन डिस्कशन से भाग रहे थे, पार्लियामेंट्री डेमोक्रेसी में ऑपोजिशन डिस्कशन के लिए डिमांड करते हैं और सरकार उसका जवाब देते हैं. ये तरीका होता है क्योंकि लोगों ने हमको चुना देश सेवा के लिए, समाज सेवा के लिए. ഭരണപക്ഷം അത്രയധികം പ്രതിസന്ധിയിലായ പാർലമെന്റ് സമ്മേളനമാണ് കടന്നുപോയതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങി 3 വിഷയങ്ങളാണ് തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചതെന്നും അതിലൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്നും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നിന്നും ഒളിച്ചോടിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 20-ാം തീയതി സമ്മേളനം തുടങ്ങിയത്. അന്ന് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ സഭ പിരിഞ്ഞു. 21 മുതൽ ഇന്ന് പിരിയുന്ന 13 വരെ 18 പ്രവൃത്തി ദിവസങ്ങളുണ്ടായിരുന്നു. ഈ 18 പ്രവൃത്തി ദിവസങ്ങളിൽ 17 എണ്ണത്തിലും അമിത്ഷാ ഹാജരായില്ല. പ്രതിപക്ഷ ബഹളം കാരണം പല ബില്ലുകളും ചർച്ചയില്ലാതെയാണ് സഭ പാസാക്കിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബില്ല് ലോക്സഭ ചർച്ചയില്ലാതെ പാസാക്കിയെങ്കിലും രാജ്യസഭ വിശദമായി ചർച്ച ചെയ്തു. ബഹളം കാരണം പാർലമെന്റിന്റെ പ്രവൃത്തി സമയം നഷ്ടപ്പെട്ടതിൽ പ്രവർത്തന ചെലവ് പരിശോധിക്കുമ്പോൾ ഏകദേശം 175 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുമെന്നാണ് കണക്കുകൾ. തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള ചൂടേറിയ വാദപ്രതിവാദത്തിനുമാണ് വർഷകാല സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. ബഹളത്തിനിടയിലും പൊതുപരീക്ഷാ നിയമ ഭേദഗതി ഉൾപ്പെടെ നിർണായക ബില്ലുകളും പാസാക്കി. പാർലമെന്റിന് മുൻപിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. വന്ദേമാതരം ആലപിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്നും ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സർക്കാരിന്റെ നയം അറിയാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ കത്ത് സർക്കാരിന്റെ നയമല്ല. ഡൽഹിയിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക ചുമതല മാത്രമാണ്. അതിനെ സംസ്ഥാന സർക്കാരിന്റെ നയമായി കാണാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15-ാം തീയതി അത് വളരെ വ്യക്തമാവും സർക്കാരിൻ്റെ നയം എന്താണ് ഈ കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ പരിസരത്ത് നിർമ്മിച്ച പുതിയ പാലം നാളെ മുതൽ യാത്രയ്ക്കായി തുറന്നുകൊടുക്കും. 500 മീറ്റർ നീളമുള്ള പാലമാണ് തുറക്കുന്നത്. ഇതോടെ ഇതുവഴിയുള്ള യാത്രാ സമയം 10 മിനിറ്റിൽ നിന്ന് 2 മിനിറ്റായി കുറയും. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, വൺ സെൻട്രൽ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റും സബീൽ പാലസ് സ്ട്രീറ്റും ചേരുന്ന ജംഗ്ഷനിലേക്കുള്ള പാലമാണ് നാളെ തുറക്കുന്നത്. 500 മീറ്റർ നീളത്തിൽ 2 വരി പാലം. സബീൽ പാലസ് സ്ട്രീറ്റുമായുള്ള ജംഗ്ഷൻ മുതൽ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റ് വരെ നീളുന്നതാണ് അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് വികസന പദ്ധതി. വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതിയിൽ മൊത്തം 2000 മീറ്റർ നീളമുള്ള പാലങ്ങളും തുരങ്കങ്ങളും അൽ സുക്കൂക്ക് സ്ട്രീറ്റിൽ ഒരു കാൽനട പാലവും ഉൾപ്പെടുന്നു. പണി പൂർത്തിയാവുന്നതോടെ റോഡിന്റെ വാഹനശേഷി മണിക്കൂറിൽ 6600-ൽ നിന്ന് 8800-ആയി ഉയരും. അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് വികസനത്തിലൂടെ യാത്രാസമയം 13 മിനിറ്റിൽ നിന്ന് വെറും 6 മിനിറ്റായി കുറയും. 633 മില്യൺ ദിർഹം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് നവീകരണ പദ്ധതിയുടെ 85% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. ഇതിനകം തന്നെ നിരവധി പാലങ്ങളും തുറന്നിട്ടുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ നിന്ന് 2 ഡിസംബർ സ്ട്രീറ്റിലേക്കുള്ള മറ്റൊരു പാലം കൂടി ഈ മാസം അവസാനത്തോടെ തുറക്കും. ഒക്ടോബറിൽ അൽമജിൽ സ്ട്രീറ്റിൽ നിന്ന് 2 ഡിസംബർ സ്ട്രീറ്റിലേക്ക് വരാനുള്ള പദ്ധതിയുടെ അവസാന പാലവും യാത്രക്കാർക്കായി തുറന്നു നൽകും. അമൃത ന്യൂസ്, ദുബായ്. സൗദി കോൺട്രാക്ടേഴ്സ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കരാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി പൗരന്മാരുടെ എണ്ണം 5,82,000 കടന്നു. സൗദി വിഷൻ 2030-ന്റെ ഭാഗമായി തൊഴിൽ രംഗത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് അല്ലെങ്കിൽ പ്രതിഫലനമാണ് ഇത്. വിവിധ തസ്തികകളിലായി 3,28,000 പേർ അഡ്മിനിസ്ട്രേറ്റീവ്, ലോജിസ്റ്റിക് മേഖലകളിലും 1,49,000 പേർ സാങ്കേതിക വിഭാഗത്തിലും ജോലി ചെയ്യുന്നു. കൂടാതെ എഞ്ചിനീയറിംഗ് രംഗത്ത് പുരുഷന്മാരും സ്ത്രീകളും അടക്കം 31,700 സൗദി എഞ്ചിനീയർമാരുടെ സേവനവും ഈ മേഖലയ്ക്കുണ്ട്. നിർമ്മാണ മേഖലയിലെ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 29.6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്.
ഇന്ത്യക്കാർക്ക് അബുദാബി പ്രഖ്യാപിച്ച സൗജന്യ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ട ട്രാവൽ ഏജൻസികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. 11 ഏജൻസികളുടെ പേരുകളാണ് അബുദാബി ടൂറിസം വകുപ്പ് പുറത്തുവിട്ടത്. ഇന്ത്യക്കാർക്ക് അബുദാബി പ്രഖ്യാപിച്ച സൗജന്യ വിസയുടെ ആനുകൂല്യം ലഭിക്കാൻ അംഗീകരിച്ച 11 ട്രാവൽ ഏജൻസികളിൽ ഏതെങ്കിലും ഒന്ന് വഴി ഹോളിഡേ പാക്കേജ് ബുക്ക് ചെയ്യണം. കുറഞ്ഞത് 3 രാത്രിയെങ്കിലും അബുദാബിയിലെ ഹോട്ടലുകളിൽ താമസം ബുക്ക് ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം. ഹോളിഡേ ട്രൈബ്, തോമസ് കുക്ക് ആൻഡ് SOTC, ട്രില്ലോഫീലിയ, അക്ബർ ഹോളിഡേയ്സ്, യുറ്റാസോ.com, കേസരി ടൂർസ്, റിയ ട്രാവൽസ്, റോയൽ ടൂർസ്, പിക്ക് യുവർ ട്രെയിൽ, മേക്ക് മൈ ട്രിപ്പ്, ആര്യൻ ലെഷർ എന്നീ ഏജൻസികൾ വഴിയാണ് യാത്ര ബുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന യോഗ്യരായ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഏകദേശം 285 ദിർഹം വിലമതിക്കുന്ന 30 ദിവസത്തെ UAE ടൂറിസ്റ്റ് വിസയാണ് സൗജന്യമായി ലഭിക്കുക. DCT അബുദാബി അവതരിപ്പിച്ച ഈ പൈലറ്റ് പ്രോഗ്രാം 2026 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള യാത്രകൾക്കാണ് ബാധകം. മൊത്തം 20,000 വിസകൾ വരെ തുടക്കത്തിൽ നൽകും. ഒക്ടോബർ 31 ശേഷം പദ്ധതി തുടരുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. അമൃത ന്യൂസ്, അബുദാബി. കുവൈറ്റിൽ സുരക്ഷാ പരിശോധനയിൽ നിരവധി പേർ പിടിയിലായി. താമസ നിയമലംഘകർ, തൊഴിൽ നിയമലംഘകർ, സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയവർ, അറസ്റ്റ് വാറണ്ട് നേരിടുന്നവർ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായത്. ഇതിനു പുറമെ പിടിയിലായ ചിലരിൽ നിന്ന് മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളും കണ്ടെത്തി. പിടിയിലായവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുസമ്പർക്ക വിഭാഗം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നിയമലംഘകർക്ക് എതിരെയുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുമെന്നും സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അനിശ്ചിതമായി നീളുന്നതിനിടെ ബഹ്റിൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തി UAE പ്രസിഡന്റ്. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയപ്പോഴായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. നിർണായക വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സൗഹൃദ സന്ദർശനത്തിനായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അബുദാബിയിൽ എത്തിയപ്പോഴായിരുന്നു UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സഹോദര ബന്ധവും ഉഭയകക്ഷി സഹകരണവും നേതാക്കൾ അവലോകനം ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ചയായി. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് നേതാക്കൾ സംസാരിച്ചു. മേഖല നേരിടുന്ന പൊതുവായ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ പരസ്പര സഹകരണവും ഏകോപനവും കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചു. ബഹ്റൈന് UAE തുടർച്ചയായി നൽകിവരുന്ന പിന്തുണയ്ക്ക് ബഹ്റൈൻ രാജാവ് നന്ദി അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള വിവിധ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും ബഹ്റൈന്റെ ശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനും UAEയുടെ പിന്തുണ സഹായിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, അബുദാബി. സൗദി അറേബ്യയിലെ പ്രമുഖ അറബിക് ദിനപത്രമായ അൽ റിയാദ് 60 വർഷം നീണ്ട അച്ചടി അവസാനിപ്പിച്ച് പൂർണ്ണമായും ഡിജിറ്റൽ പതിപ്പിലേക്ക് മാറുന്നു. ഓഗസ്റ്റ് 24-നാണ് പത്രത്തിന്റെ അവസാന അച്ചടി പതിപ്പ് പുറത്തിറങ്ങുന്നത്. ഇതോടൊപ്പം സ്ഥാപനത്തിന്റെ അൽ യമാമ മാസികയുടെ അച്ചടിയും അവസാനിപ്പിക്കും. 1965-ൽ റിയാദിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ അറബിക് ദിനപത്രമായ അൽ റിയാദ് പ്രതിദിനം 1.5 ലക്ഷത്തിലധികം സർക്കുലേഷനോടെ ഗൾഫിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായിരുന്നു. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവ്, അച്ചടി ചെലവുകളിലെ വർധനവ്, പരസ്യ വരുമാനത്തിലുണ്ടായ കുറവ് എന്നിവയാണ് പത്രം പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ കാരണം. ഇനി മുതൽ വാർത്തകൾ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ മാത്രം ലഭ്യമാകും. വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന നടത്തി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. തൊഴിലാളികൾ താമസിക്കുന്ന വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. 8350 തൊഴിലാളികൾ പരിശോധനയ്ക്ക് വിധേയരായി. ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിൽ അപകടരഹിത വേനൽ എന്ന പദ്ധതിയിലൂടെയായിരുന്നു ആരോഗ്യ പരിശോധന. ജൂൺ 16-ന് ആരംഭിച്ച പദ്ധതി ആഴ്ചകളോളം നീണ്ടു. തൊഴിലാളികളുടെ സാന്നിധ്യം കൂടുതലുള്ള മൊയ്സന, മംഗൂൾ, ജദ്ദാഫ്, കിസൈസ്, അൽമുറാഖാബാദ് എന്നിവിടങ്ങളിലാണ് പരിശോധന സംഘടിപ്പിച്ചത്. കടുത്ത ചൂടിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രെസ്, നേരിട്ടുള്ള സൂര്യപ്രകാശം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് തൊഴിലാളികൾക്ക് ബോധവൽക്കരണവും നൽകി. ചൂടിൽ ജോലി ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ആരോഗ്യകരമായ തൊഴിൽ ശീലങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ക്ലാസുകളും ബോധവൽക്കരണ സെഷനുകളും ഉണ്ടായിരുന്നു. ജോലി സ്ഥലങ്ങളിൽ തന്നെ ആരോഗ്യ പരിശോധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. 28 ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് GDRFA ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ദുബായിലെ പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സ് ചെയർമാനുമായ മേജർ ജനറൽ ഒബൈദ് മൊഹേർ ബിൻ സുറൂർ പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ ഫാർമസികളുടെ ലൈസൻസ് നടപടികളും മരുന്നുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും സംബന്ധിച്ച് പുതിയ ഉത്തരവ്. സ്വകാര്യ ഫാർമസികളുടെ പ്രവർത്തനം, ലൈസൻസ് അനുവദിക്കൽ, മരുന്നുകളുടെ സംഭരണം, വിതരണം, ഡെലിവറി സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ട് സമഗ്ര നിയന്ത്രണ ചട്ടക്കൂടാണ് പുതിയ തീരുമാനം വഴി നടപ്പാക്കുന്നത്. കുവൈറ്റ് പൗരന്മാരായ ഫാർമസിസ്റ്റുകൾക്കും സഹകരണ സംഘങ്ങൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഫാർമസി ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളും തീരുമാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാർമസി ലൈസൻസിന്റെ കാലാവധി 4 വർഷമായിരിക്കും. ലൈസൻസ് പുതുക്കൽ, ഫാർമസിയുടെ സ്ഥലം അല്ലെങ്കിൽ വിസ്തീർണം മാറ്റൽ, അധിക സംഭരണ കേന്ദ്രങ്ങൾ അനുവദിക്കൽ, താൽക്കാലികമായോ സ്ഥിരമായോ ആയ അടച്ചുപൂട്ടൽ, വീണ്ടും തുറക്കൽ തുടങ്ങിയ നടപടികൾക്കും പുതിയ വ്യവസ്ഥകൾ ബാധകമാകും. പുതിയ ഫാർമസി ലൈസൻസ് ലഭിക്കുന്നതിന് സമീപത്തുള്ള മറ്റൊരു ഫാർമസിയുമായി കുറഞ്ഞത് 1000 മീറ്ററെങ്കിലും ദൂരമുണ്ടായിരിക്കണം. എന്നാൽ തീരുമാനത്തിൽ വ്യക്തമാക്കിയ ചില സ്ഥാപനങ്ങൾക്കും പ്രത്യേക സ്ഥലങ്ങൾക്കും ഈ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കും. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ വീട് കേന്ദ്രമാക്കി ചികിത്സ നടത്തിയ അസർബൈജാൻ സ്വദേശിനിയായ വ്യാജ ഡോക്ടർ പിടിയിലായി. ജാബർ അൽ അഹമ്മദ് സിറ്റി പ്രദേശത്തെ വീട്ടിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ രോഗികളെ ചികിത്സിച്ചിരുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും സജ്ജീകരിച്ചായിരുന്നു ചികിത്സ. വീട്ടിൽ വച്ച് രോഗികളെ പരിശോധിക്കുകയും ഔഷധ മിശ്രിതങ്ങൾ തയ്യാറാക്കുകയും അവ രോഗികൾക്ക് വിൽക്കുകയും ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഔഷധ മിശ്രിതങ്ങളും അവയുടെ ലേബലുകളും തയ്യാറാക്കുന്നതിന് പ്രത്യേക വിഭാഗവും വീട്ടിൽ സജ്ജീകരിച്ചിരുന്നു. 5 മുതൽ 30 കുവൈറ്റ് ദിനാർ വരെയാണ് രോഗികളിൽ നിന്ന് ഇവർ ഫീസായി ഈടാക്കിയിരുന്നത്. 11,651 കുവൈറ്റ് ദിനാറും വിവിധ പരിശോധനാ ഉപകരണങ്ങളും ഔഷധ സസ്യ മിശ്രിതങ്ങളും അവയുടെ ലേബലുകളും തയ്യാറാക്കുന്നതിനുള്ള ഉപകരണങ്ങളും റെയ്ഡിൽ കണ്ടെത്തി. ഉംറ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പുതിയ ഉംറ സീസൺ ആരംഭിച്ചതു മുതൽ 32,000-ലധികം ഫീൽഡ് പരിശോധനകൾ പൂർത്തിയാക്കിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പ്രതിദിന പരിശോധനകൾ, തീർത്ഥാടകരുടെ താമസ സൗകര്യങ്ങൾ, സേവനദാതാക്കളായ കമ്പനികൾ, മറ്റ് പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. സേവനങ്ങളിലെ വീഴ്ചകൾ കണ്ടെത്തി പരിഹരിക്കാൻ ഈ നടപടി സഹായിക്കുന്നു. കഴിഞ്ഞ ഹജ്ജ് സീസണിലും സമാനമായ രീതിയിൽ 1,05,000-ലധികം ഫീൽഡ് പരിശോധനകൾ നടത്തിയിരുന്നു. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയോടൊപ്പം 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ജാതി വിവേചനം നേരിട്ടെന്ന് രാജ്യസഭയിൽ വെളിപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുന ഖാർഗെ. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് റാലി നടന്ന വേദിയിൽ ശ്രീരാം സേന ശുദ്ധീകരണം നടത്തിയ സംഭവത്തിൽ രൂക്ഷ വിമർശനമാണ് ഖാർഗെ ഉന്നയിച്ചത്. എന്നാൽ സംഭവം നിർഭാഗ്യകരമെന്നും BJP പ്രവർത്തകർക്ക് ഇതിൽ പങ്കില്ല എന്നും JP നദ്ദ മറുപടി നൽകി. അതിവൈകാരികമായാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചത്. ശനിയാഴ്ച ഹൽദ്വാനിയിലെ രാംലീല മൈതാനിയിൽ നടന്ന വിജയ് ശംഖനാഥ് റാലിയിൽ ഖർഗെ സംസാരിച്ചിരുന്നു. 2 ദിവസത്തിനു ശേഷം ശ്രീരാമസേന എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വേദിയിൽ ശുദ്ധികലശം നടത്തിയെന്നാണ് ഖർഗെ ആരോപിച്ചിരിക്കുന്നത്. താനൊരു ദളിതനായതുകൊണ്ടാണ് വേദിയിൽ ശുദ്ധീകരണം നടത്തിയതെന്നും ഇത് തൊട്ടുകൂടായ്മയുടെ വേദനയും അപമാനവും ഉണ്ടാക്കിയെന്നും ഖർഗെ പറഞ്ഞു. मदद करो, मेरी रक्षा करो बोल के कभी किसी के सामने गिड़गिड़ाया नहीं. मैं लड़ने की शक्ति है, मैं लड़ता हूँ, लेकिन तुम मुझे अनटचेबिलिटी का ये करके. ഈ രാജ്യത്ത് ദളിതർക്കിടമില്ലെന്ന് തങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ്. മതത്തിന്റെ പേരിൽ അവർ എല്ലാവരെയും ഭിന്നിപ്പിക്കുകയാണ്. അവിടെ ഒരു ശുദ്ധീകരണം നടത്തേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നുവെന്നും ഖർഗെ ചോദിച്ചു. അതേസമയം സംഭവത്തെ തള്ളിപ്പറഞ്ഞ BJP ഇതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി. സംഭവം നിർഭാഗ്യകരമെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പാർലമെന്റിൽ JP നദ്ദ ഉറപ്പു നൽകി. BJP does not subscribe to such activities. Never.
അതേസമയം റാലി വേദിയിൽ ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നത് സമാധാന അന്തരീക്ഷം തകർത്തെന്നും രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് വിഷയത്തെ ജാതീയമായി ചിത്രീകരിക്കുകയാണെന്നാണ് ഉത്തരാഖണ്ഡിലെ BJP നേതാക്കളുടെ മറുപടി. ജനാധിപത്യ ഇന്ത്യയിൽ ജാതി വിവേചനത്തിന് സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രഥമ ഫിഫ ആസിയാൻ കപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി. ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെതിരെ കളിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പിന്മാറ്റം. AIFF ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി M സത്യനാരായണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏഷ്യയിലെ മികച്ച ടീമുകൾക്കൊപ്പം കളിക്കാനുള്ള സുവർണാവസരം ഇതേ തുടർന്ന് ഇന്ത്യക്ക് നഷ്ടമാകും. ബ്രസീലിനെതിരെയും ഫിഫ ആസിയാൻ കപ്പിലും ഒരേ സമയം കളിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ആസിയാൻ കപ്പിൽ നിന്ന് പിന്മാറിയത്. കൊൽക്കത്തയിൽ ബ്രസീലുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ മത്സരം ഒക്ടോബർ 3-നാണ്. ഇന്തോനേഷ്യയിൽ നടക്കുന്ന ആസിയാൻ കപ്പ് സെപ്റ്റംബർ 21-നും ഒക്ടോബർ 6-നും ഇടയിലാണ് നടക്കുക. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലൂടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.